നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ റാപ്പർ വേടനെതിരെ കേസെടുത്ത തൃക്കാക്കര പോലീസ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വേടൻ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിൽ നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഇതാദ്യമായിട്ടല്ല വേടനെതിരെ മീറ്റു കേസുകൾ കേൾക്കുന്നത്. ഇതിനു മുൻപും 2-3 കേസുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിയമ നടപടിയുമായി യുവ ഡോക്ടർ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് പരാതിയായി പറയുന്നത്? ആര്യ, വേടനെതിരായ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2021 മുതൽ 23 വരെയാണ് ഈ പീഡനകാലം എന്നതാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. അതായത് 2021 ഓഗസ്റ്റിലാണ് വേടനും ഈ പരാതിക്കാരിയായ ഡോക്ടറും തമ്മിൽ അടുപ്പമുണ്ടാകുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ കാക്കനാടെ ഫ്ളാറ്റിൽ വെച്ചാണ് ആദ്യമായി പീഡനം നടക്കുന്നത്. സൗഹൃദത്തോടുകൂടി പെരുമാറി അടുത്തു വന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് അവരുടെ പരാതി. ആ ബന്ധം ഏതാണ്ട് 2023 വരെ നീണ്ടു നിന്നു. അതിനിടയിൽ പലയിടത്തു വെച്ചും ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. കാക്കനാട്ടെ ഫ്ളാറ്റിന് പുറമെ ഏലൂരിലെ സ്ഥലത്ത്, അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് തുടങ്ങി പലയിടങ്ങളിലും വെച്ച് നിരവധി തവണ അവരെ പീഡിപ്പിച്ചു എന്നതാണ് അവർ പരാതിയായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വേടനുമായിട്ടുള്ള അവരുടെ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും അവർ കൈമാറിയിട്ടുണ്ട്. ഈ 2021-23 കാലഘട്ടം എന്ന് പറയുമ്പോൾ വേടൻ ഇപ്പോൾ ഉള്ളതുപോലെ വലിയ പ്രശസ്തനൊന്നുമാകുന്ന ഇതിന് മുൻപുള്ള ഒരു കാലമാണ്. ആ ഒരു സമയത്ത് സാമ്പത്തികമായി പോലും ആ വേടനെ സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും എന്നതാണ് ഈ യുവതിയുടെ മൊഴിയായി അവർ നൽകിയിരിക്കുന്നത്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവ് അതാണ് പറയുന്നത്. തന്നെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്ന പരാതി. ഇപ്പോൾ 2 വർഷത്തിനിപ്പുറമാണ് പരാതി നൽകുന്നത്. എന്തുകൊണ്ടാണ് പരാതി വൈകിയതെന്ന് ഈ യുവ ഡോക്ടർ പറയുന്നുണ്ടോ? അവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചോ? അവരുടെ മൊഴിയെടുത്തോ? വേടനെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ പരാതി വൈകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം 2023 മുതൽ ഇപ്പോൾ 2025 ആയിരിക്കുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ പോലീസിന് മുന്നിൽ ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട്. ഫോൺ രേഖകൾ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ മെഡിക്കൽ പരിശോധനകളിലൂടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും തടസ്സങ്ങളുണ്ടാകും. ഇപ്പോൾ പോലീസ് അടിയന്തരമായി ചെയ്യുന്നത് ഈ മൊഴി എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇന്ന് അടിയന്തരമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വരാനായി ഈ പരാതിക്കാരിയോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ പരിശോധനയും പോലീസിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് നിയമപ്രകാരമുള്ള കാര്യം. ഇനി മറ്റൊരു വശം എന്നത് ഈ വേടനിലേക്ക് എപ്പോൾ പോലീസ് എത്തുമെന്നതാണ്. സ്വാഭാവികമായും ഈ അടുത്ത കാലത്തുള്ള ഒരു പീഡന പരാതിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വേടന്റെ അറസ്റ്റിലേക്ക് അടക്കം വേഗത്തിൽ പോലീസ് നീങ്ങുമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ പോലീസിന് അത്ര ഒരു തിടുക്കം കാണിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഒരു തെളിവ് ശേഖരണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. നിയമ നടപടിയുമായി മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള നിയമ വഴിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ റാപ്പർ വേടനെതിരെ യുവതി ഉന്നയിച്ചിട്ടുള്ളത്.